നമസ്കാരം. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാനുള്ള കരുനീക്കങ്ങൾ ശക്തമാകുന്നു. വി.ഡി. സതീശന് പരസ്യ പിന്തുണയുമായി എൻ ശക്തനടക്കമുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വന്നു. വി.ഡി. നിലപാടുകളുടെ രാജകുമാരനെന്നും ജനപക്ഷ നേതാവായ സതീശനൊപ്പമെന്നും ശക്തൻ പ്രതികരിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ശക്തന്റെ പിന്തുണ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ചടയമംഗലത്തെ നിയുക്ത എം.എൽ.എ. എം.എം. നസീറും രംഗത്ത് വന്നു. കെ.സി. വേണുഗോപാലാണ് തന്റെ നേതാവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചടയമംഗലം സീറ്റ് നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി സംസാരിച്ചതും കെ.സി. വേണുഗോപാലാണെന്നും എം.എം. നസീർ പ്രതികരിച്ചു. അതിനിടെ ടി.ജെ. വിനോദ്, ദീപക് ജോയ് എന്നിവർ ആലുവയിലെ വീട്ടിലെത്തി സതീശനെ കണ്ടു. എ ഗ്രൂപ്പ് വി.ഡി. സതീശനെ പിന്തുണച്ചേക്കുമെന്നാണ് സൂചന. പലയിടത്തും കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും അനുകൂലമായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. വയനാട് മേപ്പാടി പള്ളിക്കവലയിലെ കോൺഗ്രസ് എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ഫ്ലെക്സ് ബോർഡാണ് ഉയർന്നിരിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങളെന്നും ഫ്ലെക്സിലുണ്ട്. എം.എൽ.എമാരുടെ മനസ്സറിയാനുള്ള നിയമസഭാ യോഗം നാളെ ചേരും. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഉടൻ കേരളത്തിലെത്തും. എം.എൽ.എമാരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കും. അതേസമയം ഹൈക്കമാൻഡിന്റെയും എം.എൽ.എമാരുടെയും പിന്തുണ നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശനും രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ FB പോസ്റ്റിന് താഴെ വൻ പ്രചാരണമാണ് കെ.സി., വി.ഡി., RC പക്ഷങ്ങൾ നടത്തുന്നത്. സംസ്ഥാനമൊട്ടാകെ ഇവരെ പിന്തുണച്ചുള്ള ഫ്ലെക്സ് യുദ്ധവും തുടരുകയാണ്. കേരളത്തിൽ സർക്കാർ രൂപീകരണത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇന്ന് മുതിർന്ന നേതാക്കളുമായി സംസാരിക്കും. നേതാക്കളുടെ അഭിപ്രായം നേരിട്ട് കേൾക്കാനാണ് ഇരുവരുടെയും തീരുമാനം. ആവശ്യമെങ്കിൽ മുസ്ലിം ലീഗിനോട് രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കും. അതേസമയം കെ.സി. വേണുഗോപാലിന്റെ പേരും AICC നിരീക്ഷകർ എം.എൽ.എമാരോട് ചർച്ച ചെയ്യും. സഖ്യം നോക്കാതെ സമവായം ഉണ്ടാക്കണമെന്ന് 3 എംപിമാരെങ്കിലും അറിയിക്കും. അതേസമയം രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തും. AICC നേതൃത്വമായി ചർച്ച നടത്താനാണ് ചെന്നിത്തലയുടെ യാത്ര. മഹാരാഷ്ട്ര DCC പുനഃസംഘടന അജണ്ട എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും കേരളത്തിലെ സാഹചര്യവും ചർച്ചയാകും. സംസ്ഥാന കോൺഗ്രസിൽ വാശിയേറിയ പ്രവർത്തനമാണ് 3 നേതാക്കളുടെയും ഒപ്പമുള്ളവർ നടത്തുന്നത്. നിരീക്ഷകർ എത്താനിരിക്കെ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ 3 നേതാക്കൾക്കായി കമന്റുകളിലൂടെ പ്രചാരണം ശക്തമാക്കുകയാണ് ഗ്രൂപ്പ് അണികൾ. ഒറ്റക്കെട്ടായി നിന്ന് തീരുമാനമെടുക്കാനാണ് എ ഗ്രൂപ്പ് നീക്കം. ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ള നേതാക്കളാണ് സതീശനായിട്ടുള്ള നീക്കങ്ങൾ നയിക്കുന്നത്. കെ.സി. വേണുഗോപാലിനായി AP അനിൽകുമാറും മാത്യു കുഴൽനാടനുമാണ് എം.എൽ.എമാരെ ഏകോപിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തലയായി ടി.ജെ. വിനോദും IC ബാലകൃഷ്ണനും അൻവർ സാദത്തും രംഗത്തുണ്ട്. എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പാക്കിയാണ് പ്രധാന നീക്കം. ഒപ്പം ഹൈക്കമാൻഡ് അഭിപ്രായം തേടാൻ സാധ്യതയുള്ള മുതിർന്ന നേതാക്കളോടക്കം ഗ്രൂപ്പ് നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. പെരുമ്പാവൂർ നഗരത്തിൽ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ അനുകൂലിച്ച് വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. പോർക്കളത്തിലെ പടനായകൻ അഭിവാദ്യങ്ങൾ, UDF ജയിച്ചു, കേസ് നയിക്കും എന്ന തലക്കെട്ടോടെയാണ് കെ.സി. വേണുഗോപാൽ അനുകൂല ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല എന്ന തലക്കെട്ടുമായി RC ബ്രിഗേഡിന്റെ പേരിലാണ് ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പെരുമ്പാവൂർ നഗരത്തിലെ സുപ്രധാന ജംഗ്ഷനുകളിലും കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിലും ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ഭരണപരിചയമുള്ളവരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ UDF ആരെ മുഖ്യമന്ത്രിയാക്കിയാലും NSSന് പ്രത്യേക താല്പര്യങ്ങളില്ല. എന്നാൽ ഭരണപരിചയമുള്ളവരെയും കഴിവുള്ളവരെയും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നതാണ് തങ്ങളുടെ നിലപാട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടുള്ള തന്റെ വിയോജിപ്പ് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോടുള്ള എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും സംഘടന സമദൂര നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. നായർ വിഭാഗത്തോട് ആരെ ജയിപ്പിക്കണമെന്നോ തോൽപ്പിക്കണമെന്നോ ഉള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. മറിച്ച് സമദൂരത്തിൽ വോട്ട് ചെയ്യാനാണ് നിർദ്ദേശിച്ചത്. വി.ഡി. സതീശനെതിരെ എടുത്ത നിലപാട് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. പറവൂരിലും NSS സമദൂര നിലപാടാണ് സ്വീകരിച്ചത്. സതീശന്റെ നിലപാടുകളോട് കാണിച്ചിട്ടുള്ള വിയോജിപ്പ് NSSന് ഇപ്പോഴുമുണ്ട്. അത്തരം സമീപനങ്ങൾ തിരുത്താൻ ഒന്നും സതീശനോട് ആവശ്യപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.